ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് കാട്ടിൽ മേക്കതിൽ കൊല്ലത്ത് മണികെട്ടുന്ന അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ ആ അമ്പലത്തിൽ പോയിട്ടില്ല, ആ അമ്പലം കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പോയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്, അത് നിങ്ങളെയും കൂടി ഒന്ന് പങ്കുചേരാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ അനിയൻ അപ്പുവാണ്. അവൻ ഈ അമ്പലത്തിനൊക്കെ കുറിച്ച് പറഞ്ഞു തരികയാണ്. ഇത് കൊച്ചു കൂനമ്പായിക്കുളം ശ്രീ ദുർഗാദേവി ക്ഷേത്രമാണ്. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മളിങ്ങനെ നിന്ന് അതിൻ്റെ ഒരു വൈബൊക്കെ ആസ്വദിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ആൻറ്റിമാരൊക്കെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ തൊഴുത് വെളിയിലൊക്കെ ഇറങ്ങി. അവർക്ക് കാലൊക്കെ വയ്യാത്തതിൻ്റെ പ്രോബ്ലംസൊക്കെ ഉള്ളത് കൊണ്ട് അവരൊക്കെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ആൻറ്റി പൊങ്കാല ഇടാൻ വന്നു. പൊങ്കാലയൊക്കെ ആ ആൻറ്റി പ്രസാദമൊക്കെ തന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ വണ്ടിക്കകത്ത് കയറിയിരുന്നു അടുത്ത അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി. കുറേ ആൻറ്റിമാർക്ക് കാലൊക്കെ വയ്യ കേട്ടോ. അവർ അത്രയും ബുദ്ധിമുട്ടിയാണ് ക്ഷേത്രത്തിൽ എന്ന് വെച്ചാൽ ദേവിയെ കാണണം എന്നുള്ള രീതിക്ക് വരുന്നത്. അങ്ങനെ അതൊക്കെ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിന്ന് എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് കേട്ടോ. എനിക്ക് വീഡിയോസൊക്കെ എടുക്കുന്നതിനൊക്കെ കുറിച്ചിട്ടൊക്കെ കുറേ അഭിപ്രായമൊക്കെ പറഞ്ഞു, കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതൊക്കെ കേട്ട് അവർക്കൊക്കെ ഉള്ള ഇതൊക്കെ സന്തോഷമൊക്കെ ഞാനും തിരിച്ച് പ്രകടിപ്പിച്ചതിന് ശേഷം വണ്ടിയിലൊക്കെ കയറി അടുത്ത അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് തൃക്കടവൂർ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വൈബാണിതൊക്കെ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതറിയാം? അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇതാദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. അങ്ങനെ അമ്പലമൊക്കെ കണ്ടു, നല്ല രസമുണ്ട്. നല്ല എനിക്ക് പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിൽ കൊള്ളാം. അങ്ങനെ അവിടെ നമ്മൾ തൊഴുതിറങ്ങിയതിന് ശേഷം അവിടെ ഉള്ള തൃക്കടവൂർ ശിവരാജ് എന്ന് പറഞ്ഞ ആനയെ കണ്ടു. എനിക്ക് ഈ പേര് വായിൽ വരില്ല, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വായിൽ നിന്ന് ആ പേര് പോവും. അപ്പോൾ തൃക്കടവൂർ ശിവരാജുവിനെ കണ്ടു. കൊള്ളാം കേട്ടോ, നല്ല തലയെടുപ്പൊക്കെ ഉള്ള നല്ല കിടിലം ആനയാണ്. ഞാൻ ഇത്ര അടുത്തിങ്ങനെ ആനയെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, ചങ്ങലയ്ക്കൊക്കെ ഇട്ടേക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ നിന്ന് ആദ്യമായിട്ടാണ് ഇത്രയും നേരം നിന്ന് കാണുന്നത്. ഞാനൊരു 10-15 മിനിറ്റോളം ഞാൻ ഈ ആനയെ കണ്ടുകൊണ്ടൊക്കെ നിന്നു. അതിനുശേഷം നമ്മൾ മണികെട്ടുന്ന അമ്പലത്തിലെത്തി, കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലെത്തി. ഇത് കൊല്ലം ജില്ലയിലാണ്. നിങ്ങൾ കൊല്ലം ജില്ലക്കാരാണോ? എങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിവിടെ വന്നായിരുന്നു ഇന്ന് സൺഡേ. അടിപൊളിയാണ് കേട്ടോ, നല്ല വൈബാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് KSRTC ബസ്സൊക്കെ വരികയാണ് അടുത്ത ആൾക്കാരെയൊക്കെ കൊണ്ടുപോകാൻ. നമ്മൾ വഞ്ചി കയറി അപ്പുറത്ത് നമ്മൾ തുഴഞ്ഞ് എത്താമെന്ന് വിചാരിച്ചു. ആ ഒരു വൈബൊക്കെ ആസ്വദിക്കണമല്ലോ. ബോട്ടിൽ പോകണ്ട എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ബോട്ടിൽ പോകണ്ട, നമുക്ക് വഞ്ചി പോവാം എന്നൊക്കെ പറഞ്ഞു.